അപ്പോൾ അനന്ത് ഭായി നല്ല പീസ്ഫുള്ളായിട്ടുള്ള സ്ഥലത്ത് ഇരുന്നുകൊണ്ട് നമ്മളിന്നിപ്പം ഞാനിപ്പോൾ സംസാരിക്കാൻ പോകുന്നൊരു വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത്ര പീസ്ഫുള്ളല്ല. കാരണം കുറച്ച് ദിവസങ്ങളായിട്ട്, കുറച്ച് കാലങ്ങളായിട്ട്, അല്ലെങ്കിൽ കുറഞ്ഞ ആഴ്ചകളായിട്ടൊക്കെ ഇപ്പം നമുക്ക് നിരന്തരം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര സുഖകരമായിട്ടുള്ള വാർത്തകളല്ല. അങ്ങനെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ എന്നിരുന്നാൽ കൂടി ഇന്നലെ വന്നിരുന്നൊരു വാർത്തേനെ പറ്റിയിട്ട് നമുക്ക് എടുക്കാം. ബാക്കിയുള്ളതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇന്നലെ വന്നിരുന്ന നമ്മളെ തൊട്ടടുത്ത സ്ഥലം താമരശ്ശേരി. നമ്മളിപ്പോൾ വയനാട്ടിലാണുള്ളത്. താമരശ്ശേരി ആകെ കുറഞ്ഞ ദൂരമുള്ളൂ. അവിടെ നടന്ന ഒരു സംഭവം, അതായത് ഫെയർവെൽ പാർട്ടി, സെൻഡ് ഓഫ് ആണത്രേ. 10ാം ക്ലാസ്സുകാരെ സെൻഡ് ഓഫിന് നടന്ന ഒരു അടിപിടിയായിട്ട് ഇന്നിപ്പോൾ അതിലൊരു പയ്യൻ മരിച്ചിരിക്കുക. കോമയിലായിരുന്നു അത്ര ഇന്നലെ. നമ്മളൊക്കെ സെൻഡ് ഓഫ് പാർട്ടികളും പല പരിപാടികളൊക്കെ നടത്തിയിട്ടും അടിപിടികളും ഒക്കെ അതൊക്കെ ഓരോ ഏജിൻ്റെതാണ്. പക്ഷെ ഇപ്പം എന്താണ് ഇത് ഇങ്ങനെ ഇത്രയും പെരുകാനുള്ളൊരു കാരണം എന്ന് ഞാൻ വളരെയധികം എന്താ പറയുക പേടിച്ചുകൊണ്ടിരിക്കുക ആസ് എ പാരൻറ്റ്. അബ്സല്യൂട്ട്ലി. എന്താണ് നിങ്ങൾ ഇതിന്ന് മനസ്സിലാക്കുന്നത്? അല്ലെങ്കിൽ കാരണം ഒന്ന് എല്ലാവരും എന്തോ ധരിച്ചിരിക്കുകയാണ്. അതെ, അല്ല ഇത് വളരെ ദൗർഭാഗ്യകരം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. നമ്മുടെ ചെറുപ്പകാലത്ത് നിങ്ങൾ ആസ് യു റൈറ്റ്ലി സെഡ്, നമ്മുടെ ചെറുപ്പത്തിലും ചെറിയ ചെറിയ അടിപിടികളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവാറുണ്ട്. അതൊക്കെ ആ ഒരു ഏജിൻ്റെ ടൈമിൽ, ആ ഒരു ടീനേജ് പ്രായത്തിൽ എല്ലാവർക്കും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഓർമ്മയിൽ ഇതുവരെ അങ്ങനത്തെ ഒരു സംഘർഷത്തിൽ ഒരു കുട്ടി കൊലപ്പെടുക എന്നുള്ള സംഭവം എൻ്റെ ഓർമ്മയിലില്ല. ഉണ്ടാവുമായിരിക്കും, പക്ഷേ നടന്നിട്ടുണ്ടാവുമായിരിക്കും, എൻ്റെ ഓർമ്മയിലില്ല. ഓക്കെ, അപ്പോൾ ഞാനിത് ന്യൂസ് കേട്ടപ്പോൾ തൊട്ട്, അപ്പോൾ നമ്മളെ മീഡിയ മുഴുവൻ ഇത് ഭയങ്കരമായിട്ട് കവർ ചെയ്യുന്നുണ്ട്. എല്ലായിടത്തും മീഡിയ ഓരോരോ വേർഷൻസും അങ്ങനെയാണല്ലോ മീഡിയൻ്റെതെന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിലൊക്കെ ഞാനും വരുന്നത്. ഈ മീഡിയയ്ക്ക് ഇതിനകത്ത് ഒരുപാട്, പിന്നെ ഞാൻ മീഡിയനെ കുറ്റം പറയല്ല, ഓക്കെ, വാർത്ത ആൾക്കാരിലേക്ക് എത്തണം തീർച്ചയായിട്ടും. ഓക്കെ, മീഡിയയ്ക്ക് ഇതിനകത്ത് റോൾ ഉണ്ട് എന്നാണ് എൻ്റെ ഒരു ഉണ്ട് തീർച്ചയായിട്ടും. പക്ഷേ ഇതിലേക്കൊക്കെ എത്താനുള്ളത് വേറൊന്നും ഇപ്പം എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഒന്ന് ലഹരി അവിടെ നിൽക്കട്ടെ, അത് സംസാരിക്കാം. രണ്ട് പിന്നൊന്ന് പറയുന്നത് സിനിമ അഫക്റ്റ് ചെയ്യുന്നുണ്ടോ ജീവിതത്തിന്, അതായത് ഒരാളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോ സിനിമ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഉത്തരം ഓഫ് കോഴ്സ് ഒബ്വിയസ്ലി തീർച്ചയായിട്ടും സിനിമ ഒരാളെ സ്വാധീനിക്കുന്നുണ്ട്. ഒരാളെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ആ ഒരു ഏജില്ല. കാരണം നമ്മളൊക്കെ ആ ഏജ് കഴിഞ്ഞു വന്നാൽ, എനിക്കൊക്കെ ആരാധകരും ഇവരൊക്കെ ആയിട്ടുള്ള ആളുകൾ ഉണ്ടായിരുന്നു. ഓരോ സമയത്തും നമ്മൾ ഓരോ സിനിമയിലും എന്തായിരുന്നു, അന്നത്തൊക്കെ ടൈം അങ്ങനെയായിരുന്നു. ഇപ്പോഴും മറിച്ചൊന്നുമല്ല. പക്ഷേ ഇപ്പം ഞാൻ മനസ്സിലാക്കുന്ന കുറച്ചുകൂടി കൂടിയത് എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയും കൂടി അതിൻ്റെ ഇടയ്ക്ക്. എക്സാക്ട്ലി. അതായത് നമ്മളിപ്പോൾ ഇഫ് യു ഗോ ടു ടൂറിസ്റ്റ് പ്ലേസ്, റീൽ എടുക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ തിരക്കാം. ഓക്കെ, അത് പണ്ടൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡാൻസ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പം ഡയലോഗും മാസ സീൻസും ഇത് BGM ഒക്കെ ഇട്ടിട്ടാണ് ചെയ്യുക. ഇതും തെറ്റാണെന്നല്ല പറയുന്നത്. പക്ഷേ ആ ഒരു മൈൻഡ് ഡെവലപ്പായി വരുന്ന പ്രായത്തിൽ, അത് ടീനേജ്, അവരവരുടെ ആംബിഷൻ സെറ്റ് ചെയ്യുന്ന ടൈമും റോൾ മോഡൽസിനെ കണ്ടുപിടിക്കുന്ന ടൈം, കുറേ ഫാൻറ്റസീസ് ഒക്കെ മനസ്സിൽ വരുന്ന സമയമാണ്. ഓക്കെ, അപ്പോൾ ഒരു ഹീറോയിസം എന്നുള്ള മെൻറ്റാലിറ്റി ഒക്കെ പ്രത്യേകിച്ച് ആൺകുട്ടികൾക്ക് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ സിനിമയിൽ നമ്മൾ ചുറ്റുപാട് നോക്കിയിട്ടുണ്ടെങ്കിൽ, ഞാൻ ഒരു സിനിമേനെ പേരെടുത്ത് പറയുന്നില്ല, ഓക്കെ, പക്ഷേ പിന്നെ ഈ കണ്ടമാനം വയലൻസും ഹീറോയിസും ഇതൊക്കെ പകർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവം മനസ്സിലുണ്ടാവും. തീർച്ചയായിട്ടും നമ്മൾക്കും നമ്മളെ ചെറുപ്പകാലത്തും കണ്ടിട്ടുള്ള സിനിമകൾ നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ട്. നമ്മളെ ചെറുപ്പകാലത്ത് ഞാനൊക്കെ സ്വാധീനിച്ച സിനിമകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞ പോലെ തന്നെ പോ മോനെ ദിനേശ, രാവണപ്രഭു, മറ്റേ ഈ പറഞ്ഞ പോലെ തന്നെ പിന്നെ മോഹൻലാലിൻ്റെ കുറേ പടങ്ങൾ, സുരേഷ് ഗോപിൻ്റെ, പിന്നെ ബാബു ആൻ്റണി. ആ സമയത്തൊക്കെ ഇടീൻ്റെ ഒരു ടൈമിൽ എത്തിയിട്ടിരുന്ന ഒരാളായിരുന്നു ബാബു ആൻ്റണി എന്നൊക്കെ അല്ലേ. അന്നൊക്കെ നമ്മൾ സിനിമ കാണുമ്പോൾ എന്ന് പറഞ്ഞാൽ സിനിമയ്ക്ക് ഒരു കഥ ഉണ്ടാവും, കറക്റ്റ് കാര്യങ്ങൾ തന്നെ പോകുന്ന, അതിലൊരു വില്ലൻ ഉണ്ടാവും, നായകൻ ഉണ്ടാവും, ലാസ്റ്റിൽ വില്ലനെ കൊല്ലുന്നതായിരിക്കും, അതിലൊരു കൊലയൊക്കെ ഉണ്ടാവുള്ളൂ. ഇന്നത്തെ പടത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ തുടങ്ങിയ മുതൽ അറിഞ്ഞം പുറഞ്ഞം അവസാനം വരെ കംപ്ലീറ്റ് വയലൻസ്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഏജിലുള്ള ആൾക്കാർക്ക് നമുക്ക് കാണാം, നമ്മൾ വി ഹാവ് സീൻ ദ വേൾഡ്. യെസ്, ഇതിപ്പോ ഒരു സിനിമയാണ്, പിന്നെ സ്ക്രിപ്റ്റഡ് ആണ്, ഇതാണെന്ന് കുട്ടികൾക്ക് അറിയുന്നുണ്ട് ഒബ്വിയസ്ലി. പക്ഷെ നമുക്കത് മനസ്സിൽ പതിയേണ്ട പ്രായമൊക്കെ കഴിഞ്ഞു. കുട്ടികൾക്കത് ഇമ്പാക്റ്റ് ആകും, കുട്ടികളത് തീർച്ചയായിട്ടും സ്വാധീനം. അതിന്റെ കറക്റ്റ് ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ സിനിമേന്റെ പേര് പറയുന്നില്ല നിങ്ങൾ പറഞ്ഞു, ഞാൻ കറക്റ്റ് പറഞ്ഞുതരാം. തല്ലുമാല എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങിയിരുന്നു. നല്ല അടിപൊളി പടമാണ്. നമുക്കൊക്കെ നമ്മളെ പഴയ കുറെ നൊസ്റ്റാൾജിക് മൊമെന്റ്സ് ഒക്കെ നമുക്ക് ഓർക്കാൻ നല്ലൊരു സമയമായിരുന്നു. പക്ഷെ ആ പടം ഇറങ്ങി പിന്നെ അങ്ങോട്ടുണ്ടായിരുന്ന കുറച്ച് ടൈമുകൾ സ്കൂൾ കുട്ടികൾ എവിടെ നോക്കിയാലും തല്ല തന്നെ, അത് അടി. ഇപ്പം അതിൻ്റെ കുറച്ചുകൂടി വയലൻസ്, അതായത്
ഞാൻ വിചാരിക്കും ഇപ്പം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ മീഡിയ ആയിക്കോട്ടെ, സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ, പിന്നെ സിനിമ ആയിക്കോട്ടെ, ഇവരൊക്കെ ഒരു കലാസൃഷ്ടി അല്ലെങ്കിൽ വേറൊരു ഇതിൽ പണ്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ മൂല്യങ്ങൾ കാര്യങ്ങൾ ഇതൊക്കെ ഉണ്ട്. ഇപ്പം അതൊക്കെ അങ്ങ് വിട്ടിട്ട് റീച്ചായി മെയിൻ കാര്യങ്ങൾ റീച്ചിലേക്ക്. അതായത് എൻ്റെ ഒരു സിനിമ, ഞാനിപ്പോൾ ഒരു സിനിമ എടുക്കുന്നു, അതിനൊരു ഇതുണ്ട്, ആ ഒരു സിനിമ എത്ര ആളുകളിലേക്ക് എത്തും, എത്ര കോടി ക്ലബിൽ കയറും, അതാണ് അവർ നോക്കുന്നത്. അതേൻ്റെ ഒപ്പം തന്നെ ന്യൂസ് ചാനലുകളാണെന്നുണ്ടെങ്കിൽ പണ്ട് നമ്മളൊക്കെ ന്യൂസ് ചാനലുകൾ കണ്ടിരുന്നില്ല. പണ്ട് DD1 ആയിരുന്നുണ്ട്. 15 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് ആ ഒരു ടൈമിൽ ലോകത്തിലെ മൊത്തം വാർത്തകളും നമുക്ക് കിട്ടി. ഇന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വിഷയം വന്നിട്ടുണ്ടെങ്കിൽ ആ വിഷയത്തിനെ പറ്റിയിട്ട് അവലോകനം ചെയ്യാൻ 1 മണിക്കൂറാണ് ന്യൂസ് അവർ. അത് മാത്രമല്ല, പണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് ഫിൽറ്റേർഡ് കണ്ടന്റ് മാത്രമേ എത്തും. അപ്പോൾ ഒരു കൊലപാതകങ്ങൾ അന്നും ഉണ്ട് ഇന്നും ഉണ്ട്, റേറ്റ് കൂടിയിട്ടുണ്ട്. ഇപ്പോൾ ഒബിയസ്ലി പണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ കവർ ചെയ്യുന്നൊരു രീതി വേറെയായിരുന്നു. ഓക്കെ, ഇന്ന് അങ്ങനല്ല. ഇത് ഒരു സെൻസേഷണൽ ന്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ മീഡിയക്ക് ഒരു ആഘോഷമാണ്. തീർച്ചയായും. അപ്പോൾ ഇതിനകത്ത് അത് മീഡിയ കുറ്റം പറയല്ല. ഓക്കെ, ആൾക്കാരിലേക്ക് എത്തിക്കേണ്ട ബാധ്യത മീഡിയക്ക് തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷെ ചെയ്യുന്ന രീതി, പുട്ട് ഇറ്റ് അക്രോസ് ടു ദി പബ്ലിക്, ഇത് പിന്നെ എല്ലാവർക്കും ഇപ്പോൾ ആക്സസ് ഉണ്ട്. നമ്മൾ അതും കൂടി ചിന്തിക്കണം. ഇപ്പോൾ കൊച്ചു കുട്ടികളുടെ കയ്യിൽ ഒരു മൊബൈലുണ്ട്. ഓക്കെ, ന്യൂസ് അവരിലേക്ക് എത്തുന്നുണ്ട്, കാണുന്നുണ്ട്. ന്യൂസായിട്ട് കാണുന്നതല്ല, പക്ഷേ റീലുകളായിട്ടും പിന്നെ ബാക്കിയുള്ള ഇതായിട്ടൊക്കെ സംഭവം അവരുടെ അടുത്തേക്ക് തീർച്ചയായിട്ടും എത്തുന്നുണ്ട്. അപ്പോൾ ഇത് കവർ ചെയ്യുന്ന രീതി പിന്നെ എൻ്റെ മാത്രം അഭിപ്രായമാണ്. അതായത് നമ്മളെ ചുറ്റുപാടും ഇതാണ് നടക്കുന്നത്, ഓക്കെ എന്നുള്ളൊരു നോർമലൈസേഷനിലേക്കാണ്. ഇപ്പോൾ ഒരു അടിപിടി പിന്നെ നല്ലൊരു പിന്നെ കൊലപാതകം എന്ന് പറയാൻ പോലും എനിക്ക് ഇഷ്ടമല്ല, എന്നാലും ഒരു അടിപിടി ഒരു വയലൻസ് എന്നുള്ള കാര്യം നമ്മുടെ സമൂഹത്തിൽ ഓൾറെഡി നിലനിൽക്കുന്ന ഒരു സംഭവമാണ് എന്നുള്ളൊരു ചിന്താഗതിയിലേക്ക് നമ്മളെ പിള്ളേരുടെ മൈൻഡ് എത്തുന്നുണ്ടോ എന്ന് ആണ്. പിള്ളേരുടെ മൈൻഡ് മാത്രമല്ല, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനിപ്പോൾ ഇന്നലെ ഒരു ന്യൂസിൽ കണ്ടാണ്, അടുത്ത് തന്നെ കോഴിക്കോട് തന്നെ ഓഫീസേഴ്സ് ക്ലബ്ബിൽ ഒരാൾ വന്നത് തോക്കിയിട്ട, വലിയ ആൾ, ഇതൊന്നും കുട്ടികളല്ല കേട്ടോ. അപ്പോൾ ഇതിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ആളുകൾ ഓരോ കാര്യത്തിനും, അപ്പോൾ അത് സിനിമയായിരിക്കാം, ലഹരിയായിരിക്കാം, ഈ പറഞ്ഞ പോലെ തന്നെ ബാക്കി പല റിവെഞ്ചുകളായിരിക്കാം. എന്നിരുന്നാൽ കൂടി നമ്മൾ എങ്ങനെ ഇതിനൊക്കെ ഇനിയിപ്പം ഓവർകം ചെയ്യും? കാരണം ആസ് എ പാരന്റ് ഞാൻ നല്ലോണം പേടിച്ചിരിക്കുകയാണ്. അതേപോലെ തന്നെയാണ് നമ്മളായിട്ട് കണക്ട് ആയിട്ട് എനിക്കും ആ ഒരു ഇതുണ്ട്. കുട്ടികൾ വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അവർ ഇപ്പോൾ ദേ ഹാവ് അൺലിമിറ്റഡ് ആക്സസ് ടു മീഡിയാസ്. വീട്ടിൽ വന്നിട്ട് യൂട്യൂബ് തുറന്നു വെച്ചിട്ടാണെന്നുണ്ടെങ്കിലും പിന്നെ ഫോൺസും ഉണ്ട്. അപ്പോൾ നമുക്കൊരു പരിധിയുണ്ട്, നമുക്കൊരു ഫിൽറ്റർ വെച്ച് കൊടുക്കാനുള്ള പരിധി നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഇത് എങ്ങനെ സോൾവ് ചെയ്യാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഉത്തരവില്ല. പിന്നെ ടെക്നോളജി വളർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ ഉദാഹരണത്തിന് പിന്നെ പണ്ടൊക്കെ ഒരു ഇംഗ്ലീഷ് സിനിമ നമ്മുടെ നാട്ടിലൊക്കെ ഒരു തിയേറ്ററിൽ വരുന്നത് എന്താണ്, വല്ലപ്പോഴും പോയി കാണാൻ. ഓക്കെ, പിന്നെ അന്നൊക്കെ വരുന്ന എന്താ പിന്നെ അർണോൾഡിന്റെ മൂവീസ്, ഇതൊക്കെയാണ് നമുക്ക് താല്പര്യം. ഇപ്പം അതൊക്കെ മാറിയിട്ട് ഇപ്പം ഭയങ്കര കൊടും വയലൻസ് ഉള്ള സീരീസുകൾ, സിനിമകൾ, ഇതൊക്കെ ഇഷ്ടം പോലെ വരുന്നുണ്ട്. ഇതൊന്നും ഇല്ലാണ്ട് ചില ടെലിഗ്രാം ചാനൽസ് ഉണ്ട്. ഓക്കെ, അത് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോണിൽ ഈസിലി ആക്സസിബിൾ ആണ്. കുറേ ഗ്രൂപ്പുകളും അങ്ങനത്തെ സിനിമകളും. ഇന്നലെ മിനിഞ്ഞാന്ന് പറയുന്ന സിനിമകൾ വരെ എനിക്ക് വരാറുണ്ട്. ഞാൻ കാണാറില്ല, പക്ഷെ വരാറുണ്ട്. പിന്നെ കുറേ സീരീസ്, അതുപോലെ കുറേ വയലൻസ് ഉള്ള മൂവീസ്, ഇന്ത്യയിലെ ബാൻഡ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ നമ്മുടെ കുട്ടികൾക്ക് ഈസിലി ഫോണിലിരുന്ന് കാണുക. അതേപോലെ തന്നെയാണ് OTT-യിൽ സംഭവിക്കുന്നത്. അപ്പം പിന്നെ നമുക്ക് സെൻസർ ബോർഡ് ഉണ്ട്. സെൻസർ ബോർഡ് കട്ട് ചെയ്ത സീനുകളൊക്കെ ആഡ് ചെയ്തിട്ടാണ് OTT-യിൽ ഉണ്ടാക്കുന്നത്. ഇപ്പം ലാസ്റ്റ് ഇപ്പം അങ്ങനെ പറയല്ലോ, ഇപ്പം ലാസ്റ്റ് വന്നൊരു വലിയൊരു പടം, ആ ഒരു പടം 20 മിനിറ്റും കൂടി ആഡ് ചെയ്തിട്ടാണ് OTT-യിൽ ഇറക്കിയത്. അപ്പോൾ സെൻസർ ബോർഡ് എന്തുകൊണ്ട് ഈ 20 മിനിറ്റ് കണ്ടന്റ് കട്ട് ചെയ്തു? അത് വരെ ഉണ്ടാവുമല്ലോ. അപ്പം ഇവരുടെ എന്താണോ ഇവരുടെ ഒരു ബിസിനസ് ആവരുത്, അത് അങ്ങനെ അങ്ങോട്ട് എത്തുകയാണ്. അപ്പം അതിലൊരു വലിയൊരു ദൂഷ്യഫലം തന്നെയാണ് ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത്. അല്ല, കലയോട് നമ്മൾ ഒരിക്കലും എതിരല്ല. ഓക്കെ, സിനിമ ഈസ് ആൻ ആർട്ട്. സിനിമ പിന്നെ മീഡിയ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്, ഇതൊക്കെ ഓക്കെ. പക്ഷെ അതിനൊരു പിന്നെ മോഡറേഷൻ അല്ലെങ്കിൽ ഒരു റെഗുലേഷൻ തീർച്ചയായിട്ടും വേണം. റെഗുലേഷനൊക്കെ ഇവിടെ ഉണ്ട്. എന്നിരുന്നാലും അതിനൊക്കെ ഇതിലൊക്കെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിലൊക്കെ ഞാൻ കാണുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മത്സരം, പിന്നെ ഒരു സെൽഫിഷ് ആ ഒരു സാധനം. കാരണം എൻ്റെ ചാനൽ അല്ലെങ്കിൽ എൻ്റെ സിനിമ ഇത് റീച്ച് ആവണം, അതിന് ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും. നമുക്ക് അങ്ങനെ അങ്ങ് പറയാൻ പറ്റൂല, എന്നാലും എന്തും ചെയ്യും എന്നുള്ളൊരു ലെവലിൽ. തീർച്ചയായിട്ടും 100% ഐ അഗ്രി. ഇത് പിന്നെ ന്യൂസ് ആണെന്നുണ്ടെങ്കിലും മൂവീസ് ആണെന്നുണ്ടെങ്കിലും നമ്മൾ ഓവറോൾ മീഡിയ എടുത്തു കഴിഞ്ഞാൽ തന്നെ
അത് റീച്ച് കൂട്ടാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷെ ഇതൊക്കെ പിന്നെ ഇമ്പാക്റ്റ് ആകുന്ന വളർന്നു വരുന്ന ഒരു തലമുറ നമുക്കുണ്ട്. ഓക്കെ, അതിൻ്റെ ഒരു അനന്തരഫലം എനിക്ക് സംശയമുണ്ട്. ഇപ്പോൾ ഈ നടന്ന ഇൻസിഡൻ്റ് ഒക്കെ ഉണ്ടല്ലോ, അല്ലാണ്ട് പിന്നെ കുട്ടികളൊന്നും പോയിട്ട് അടിപിടി കൂടുകയോ അതൊരു അത്രയും വയലൻ്റ് ആയിട്ട് അറ്റാക്ക് ചെയ്യുമോ അങ്ങനൊന്നും ഞാൻ പണ്ടൊന്നും കണ്ടിട്ടില്ല. നമ്മളൊക്കെ പ്രായത്തിലും അല്ലെങ്കിൽ ഇപ്പൊ ഈ കഴിഞ്ഞ ഇതിലൊക്കെ അടിപിടി ഇതൊക്കെ സർവ്വസാധാരണ. ഇപ്പോൾ ഫുട്ബോൾ കളിയിലാണെന്നുണ്ടെങ്കിൽ അടി നടക്കുന്നുണ്ട്, ഇതിലൊക്കെ. പക്ഷെ ഈടായിട്ട് ഇപ്പൊ കുറച്ച് കഴിഞ്ഞ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് വല്ലാണ്ട് കൂടിയിരിക്കും. അപ്പൊ അതിനിപ്പോ നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുന്നില്ലല്ല, അത് നമ്മൾ നോക്കുക ആസ് എ പേഴ്സൺ ഓരോരുത്തരും. ആസ് എ പാരന്റ് ഞാൻ എൻ്റെ കാര്യങ്ങൾ കുട്ടികളിലാണെന്നുണ്ടെങ്കിൽ അത് നോക്കണം. പക്ഷെ അതിലുപരി ഇപ്പം ഈ പറയുന്ന സിനിമാക്കാർ ആണെന്നുണ്ടെങ്കിലും ന്യൂസ് ചാനൽ ആളുകളാണെന്നുണ്ടെങ്കിൽ അവരുടെ ഉള്ളിലേക്കും കൂടി ഒന്ന് നോക്കുക. എന്നിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ എങ്ങനെ കൊടുക്കണം എന്നുള്ളത് അപ്പോൾ എല്ലാവരും കൂടി ആലോചിച്ചും തീരുമാനിച്ചും ഒക്കെ കൂടി നമ്മളെ സമൂഹത്തിന് എങ്ങനെ നമുക്ക് കൊണ്ടുവരാൻ കഴിയുമെന്നുള്ളത് ചിന്തിക്കേണ്ട നല്ലൊരു ടൈമാണിത്. ഇനിയും വൈകിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കൈവിട്ടു പോയിട്ടുണ്ട് ഓൾറെഡി. പക്ഷെ നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റും നല്ലൊരു പ്രതീക്ഷ നമുക്കൊക്കെ ഉണ്ട്. എല്ലാവരും ഒന്നും പോയിട്ടൊന്നുമില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ ചില കേസുകെട്ടിൽ 1% ആളുകളെ ഉണ്ടാവുള്ളൂ. പക്ഷെ അത് മതി മൊത്തത്തിൽ. തീർച്ചയായിട്ടും ഇതാണ് ബാക്കിയുള്ള ന്യൂസൊക്കെ പരത്തും ചെയ്യുന്നത്. അതെ. പിന്നെ ഈ ഡ്രഗ്സിൻ്റെ യൂസ് കഴിഞ്ഞിടയ്ക്ക് എവിടെയോ ഞാൻ ഒരു എക്സൈസിൽ ഏതൊരു സാറ് സംസാരിക്കുന്നത് കണ്ടാണ്. ആരാണ് പേരൊന്നും എനിക്ക് ഓർമ്മയില്ല. അത് സ്കൂളുകളിൽ എത്തുന്നുണ്ടെന്നാണ് പറഞ്ഞത്. തീർച്ചയായിട്ടും ഇതൊക്കെ ഇപ്പം നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കല്ലോ. സ്കൂളുകളിലെ കോളേജിലൊക്കെ പിള്ളേർക്ക് കുറച്ച് ബോധമുണ്ടെന്ന് വെക്കുക. സ്കൂളുകളിലൊക്കെ എത്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എനിക്കറിയില്ല. അത് അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഭയങ്കര മഹാപാതകമാണ്. ചെയ്യുന്നുണ്ട്. അത് ഭയങ്കര സമൂഹത്തിനോട് ചെയ്യുന്ന അവനവനോട് തന്നെ ചെയ്യുന്ന വലിയൊരു ദ്രോഹമാണ്. ഇതൊക്കെ ഓൾ ഡിപ്പെൻഡ്സ് അപ്പോൺ മണി. ഈ പറഞ്ഞ പോലെ തന്നെ ചാനലാണെങ്കിലും സിനിമ ആണെന്നുണ്ടെങ്കിൽ റീച്ച് ആക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? റീച്ച് കൺവേർട്ട് ചെയ്തിട്ട് പണമാണ്. അപ്പം ഇതേപോലെ തന്നെ ഓരോരോ മേഖലയിലുള്ളവരും ആ എത്തിക്സും കാര്യങ്ങളും ഒക്കെ വിട്ടിട്ട്. പിന്നെ ഞാൻ ചിന്തിക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റിയ കാര്യം ആസ് എ പാരന്റ് കുട്ടികളോട് ഭയങ്കര ട്രാൻസ്പെറൻ്റ് ആയിട്ടിരിക്കുക. കുട്ടികളെ എൻഗേജ് ആക്കുക, നല്ല കാര്യങ്ങളിൽ എൻഗേജ് ആക്കുക. അവർക്ക് പിന്നെ അവർക്ക് എന്ത് വേണമെങ്കിലും നമ്മുടെ അടുത്ത് വന്ന് പറയാനുള്ള ഒരു ഫ്രീഡം കൊടുക്കുക. ഓക്കെ, നമ്മൾ പണ്ട് പീഡിപ്പിച്ച് നിർത്തുന്ന കാലമൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമ്മളിപ്പോൾ കുട്ടികളെ തല്ലി വളർത്തുന്ന ആരെങ്കിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഇപ്പം ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നുണ്ട്, പഴയ പോലെ ടീച്ചേഴ്സിന് വടി കൊടുക്കൂ അപ്പം അവർ റെഡിയാക്കുന്നില്ലേ. ആ കാലമൊക്കെ കഴിഞ്ഞ് അതിലേക്കൊന്നും എത്താൻ കഴിയില്ല. ഒരു പരിധി വരെയൊക്കെ പോവാം. പക്ഷേ ഇതിലൊക്കെ എവിടെ എത്തും, എങ്ങനെ എത്തും? ഇപ്പം നമ്മളുടെ ഒരു കുട്ടീനെ ഒരു ടീച്ചർ ഇപ്പം തല്ലി നോക്കുക, നമ്മൾ സ്വാഭാവികമായിട്ട് ഇപ്പോഴത്തെ കാലം അങ്ങനെയാണ്. അപ്പം നമ്മളെ കുട്ടികളെ നമ്മൾ സംരക്ഷിക്കുക, അല്ലെങ്കിൽ നമ്മളെ കുട്ടികൾ അങ്ങനെയൊന്നും ചെയ്യില്ല എന്നൊക്കെ പറയാം. എന്നിട്ട് ടീച്ചർ എന്തെങ്കിലും അടിച്ചിട്ടുണ്ടെങ്കിൽ അത് വലിയ വിഷയമാക്കി പോകും അപ്പോൾ അതുകൊണ്ട് അവരും അങ്ങനെ ആയിരിക്കും. ഈ പറഞ്ഞ പോലത്തെ ഇനിയിപ്പോൾ ഉള്ളത് സിസ്റ്റം, സർക്കാർ ഇതൊക്കെ കുറേ മുന്നേ എഴുതിപ്പെട്ട കുറേ നിയമങ്ങളുണ്ട്. അതൊക്കെ ഒന്ന് കുറച്ചൊന്ന് മാറ്റിയിട്ടും പിന്നെ അതിലൊക്കെ ഉപരി ഓരോരുത്തൻ്റെ ഉള്ളിലും പൗരബോധം തീർച്ചയായിട്ടും കൊണ്ടുവരണം. എന്നാൽ മാത്രമേ എന്താ പറയുക നമ്മളെ കുട്ടികളെ നോക്കാം, ബാക്കിയുള്ള ഓരോ കാര്യങ്ങളും തീർച്ചയായിട്ടും നമ്മൾ ആദ്യം സമൂഹം തുടങ്ങുന്ന കുടുംബത്തിൽ നിന്നാണ്. അതാണ് പറയുന്നത്. അപ്പോൾ അതാദ്യം റെഡിയാക്കണം. നമ്മൾ കുട്ടികൾക്ക് ആ ഒരു നമ്മളോട് സംസാരിക്കാനുള്ളൊരു സ്വാതന്ത്ര്യം എപ്പോഴും കൊടുക്കണം. ഇപ്പോൾ സ്കൂളിൽ എന്ത് സംഭവിച്ചു, അല്ലെങ്കിൽ ഒരു പുതിയ ആളെ കണ്ടോ, ഓക്കെ സംസാരിച്ചോ, എന്താ സംസാരിച്ചത്, അങ്ങനെ. പിന്നെ എനിക്കറിയില്ല എത്ര പേരുണ്ട് വീട്ടിൽ വന്നിട്ട് വിശേഷം പറഞ്ഞ കുട്ടികൾ എന്നുള്ള കാര്യം. ഓക്കെ, പണ്ടൊക്കെ കുട്ടികൾ വീട്ടിൽ നമ്മളൊക്കെ സ്കൂൾ വിട്ട് നേരെ വീട്ടിൽ പോയിട്ട് അച്ഛ അമ്മ ഇതുപോലെ സ്കൂളിൽ ഇന്ന കാര്യങ്ങൾ നടന്നു എന്ന് പറയായിരുന്നു. പിന്നെ ആ ഒരു ഫ്രീഡം എനിക്ക് തോന്നുന്നില്ല എല്ലാ ഫാമിലിയിലും ഉണ്ടെന്ന്. അത് ഇല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പറയുകയാണെങ്കിൽ അതിനനുസരിച്ച് ചീത്ത പറയുകയാണെങ്കിൽ പേടിച്ചിട്ടായിരിക്കും. തീർച്ചയായിട്ടും അതെ. അപ്പോൾ അതില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു സ്പേസ് കുട്ടിക്ക് കൊടുക്കണം. അവർ വന്ന് സംസാരിക്കട്ടെ. നമ്മൾ എക്സ്പീരിയൻസ് വെച്ചിട്ട് നമുക്ക് മനസ്സിലാവും കുട്ടികൾ എങ്ങോട്ടൊക്കെ പോകുന്നത്, നല്ലതാണോ മോശമാണോ, എന്താ കാണുന്ന സിനിമയെക്കുറിച്ച് കുട്ടികൾ സംസാരിക്കട്ടെ. ഓക്കെ, ഇന്ന പോലെ കാര്യങ്ങൾ കണ്ടു എന്ന് പറഞ്ഞ് കുട്ടികളൊന്ന് പറയട്ടെ. ആ ഒരു സ്വാതന്ത്ര്യം കൊടുക്കുക. എനിക്ക് തോന്നുന്നു അങ്ങനെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ബീങ് പാരൻസ് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇത് പിന്നെ എന്താ പറയുക, ഇന്ന സംഭവങ്ങൾ പിന്നെ ജസ്റ്റ് ചിലപ്പോൾ ഒരു എന്താ പറയുക ഭാവനയുടെ പുറത്ത് വന്നതായിരിക്കാം. ഓക്കെ, സ്ക്രിപ്റ്റഡ് ആയിരിക്കും. ഇന്ന കാര്യങ്ങൾ റിയലാണ്. ഓക്കെ, ഇന്ന കാര്യങ്ങൾ ചിലപ്പോൾ ചെയ്താൽ നല്ലതായിരിക്കും നിനക്ക്, പക്ഷെ ഇന്ന കാര്യങ്ങൾ ചിലപ്പോൾ ചെയ്യാൻ പാടില്ല, കണ്ടോളൂ. ഓക്കെ, നിങ്ങൾ പിന്നെ ആസ് എൻ വെൻ യു ഗെറ്റ് ഓൾഡ് കുറേ കാര്യങ്ങൾ ഇതുപോലെ നിങ്ങൾ മുന്നിൽ വരും, നിങ്ങൾ കാണും, നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാം. പക്ഷേ ഇതൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴുള്ള ഇമ്പാക്റ്റ് ഫ്യൂച്ചറിൽ ചിലപ്പോൾ ഇന്നതായിരിക്കും. നമുക്ക് അത്രയൊക്കെ ചെയ്യാൻ പറ്റും. അത്രേ അതേ ഉള്ളൂ.
എന്തായാലും നമ്മൾ തുടങ്ങി വെച്ചത് പിന്നെ ആ ഒരു ഇൻസിഡന്റിലാണ്. അതുപോലെ ഇനി തുറന്ന് നടക്കാണ്ടിരിക്കട്ടെ. അതെ, വളരെയേറെ ഭയങ്കരമായിട്ട് മനസ്സിനെ വിഷമിച്ചിരുന്നു. ഞാൻ ഒത്തിരി ആളുകൾ ഇന്ന് രാവിലെ മുതൽ, ഇന്നലെ തന്നെ വിളിക്കുന്നുണ്ട്. ഇന്ന് രാവിലെയാണ് ആ കുട്ടി മരിച്ചു എന്ന് പറഞ്ഞ് അറിയുന്നത്. അപ്പോൾ മുതൽ ഞാൻ ആ താമരശ്ശേരി കൊടുവള്ളി ഭാഗത്തുള്ള കുറേ ആളുകളെ വിളിച്ചിട്ടുണ്ട്. പക്ഷെ എന്തായാലും ആ ന്യൂസ് കേൾക്കുന്നതും ബാക്കിയുള്ളതൊക്കെ ഭയങ്കര സങ്കടമായിട്ടുണ്ട് ആസ് എ പാരന്റ്. ഇനി അങ്ങനെ നടക്കാണ്ടിരിക്കട്ടെ. അപ്പൊ അങ്ങനെ നടക്കാണ്ടിരിക്കണമെങ്കിൽ നമ്മൾ ഓരോരുത്തർക്കും ചിന്തിക്കാൻ ഉത്തരവാദിത്വമുണ്ട്. ആ ഒരു പൗരബോധം വരണം. നമ്മളെ കുട്ടികളെ നമ്മൾ നോക്കണം. അത് എന്താ ചെയ്യാൻ പറ്റാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടൊരു സാധനം ഒരു ആൻസർ കൊടുക്കാൻ നമ്മളെ പക്ഷേ ഇതിപ്പോ എല്ലാം കൂടി പോലീസിനെ ഏൽപ്പിച്ചിട്ടോ കാര്യം അതൊന്നുമില്ല. എല്ലാവരും കൂടി ഉണർന്ന് ഇതാക്കിയാൽ മാത്രമേ ഈ ഒരു സാധനത്തിനെ ഇവിടുന്ന് ക്ലിയർ ആക്കി എടുക്കലൂ നടക്കുള്ളൂ. എന്തായാലും ഇനി വരുന്ന പുതുതലമുറ പൗരബോധമുള്ള ആൾക്കാരായിട്ട് ഒക്കെ പിന്നെ വയലൻസ് കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച് നല്ലപോലെ വളർന്നു വരട്ടെ. അല്ലേ, ലിവറേജിങ് ടെക്നോളജി എല്ലാം വേണം നമുക്ക്. നമ്മൾ പണ്ടത്തെ പോലെ തിരിച്ച് ബുക്കുകളിലേക്ക് പോകും, അല്ലെ അടി കൊടുത്ത് വളർത്തണം, ഇതൊന്നും നടക്കുന്നത്. ഇതെല്ലാവർക്കും ആക്സസ് ഉണ്ട്. AI-യും ജെൻ-AI-യും പിന്നെ GPT-യും ജെമിനിയും പിന്നെ യൂട്യൂബും കണ്ട OTT പ്ലാറ്റ്ഫോമും എല്ലാവർക്കും ആക്സസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചുകൊണ്ട് തന്നെ എങ്ങനെ മുന്നോട്ടേക്ക് പോകാൻ പറ്റും, ഇതിലും അഡ്വാൻസ്ഡ് ആവുകയാണ് കാരണം. അപ്പം അത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചെറിയ കാര്യങ്ങളെങ്കിലും ചെയ്യുക. എന്നിട്ട് നല്ലൊരു അടുത്ത തലമുറ ഉണ്ടായി വരട്ടെ നമുക്ക് ആശിക്കാനാണ് പറ്റും. അത്രേ ഉള്ളൂ.